പച്ചമുളക് വളരെ കാലം കേടുകൂടാണ്ട് സൂക്ഷിച്ചു വെക്കാനുള്ള ഒരു 3-4 ടിപ്പുമായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ വിലയൊക്കെ കുറവുള്ള സമയങ്ങളിൽ നമുക്ക് ഒരുപാട് അളവിൽ വാങ്ങിച്ചിട്ട് ഇതുപോലെ സൂക്ഷിച്ച് വെക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ സാധാരണ പച്ചമുളക് വാങ്ങിക്കഴിഞ്ഞാൽ തന്നെ പുറത്തൊക്കെ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അത് കേടാകും, പ്രത്യേകിച്ച് ചൂട് സമയങ്ങളിലൊക്കെ. എന്നാൽ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാലും അതിനേക്കാളും ഒരു 3-4 ദിവസം കൂടുതൽ നിൽക്കുന്നല്ലാണ്ട് നമുക്ക് അധികം നാളൊന്നും അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ ഒരു ടിപ്സ് നിങ്ങൾ യൂസ് ചെയ്ത് നോക്ക്. അപ്പോൾ നിങ്ങൾക്കും മനസ്സിലാകും വളരെ കാലം നമുക്കിത് സൂക്ഷിച്ച് വെക്കാൻ പറ്റുന്നുള്ളത്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇത് വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള ഐഡിയ ആണ്. അപ്പോൾ ഇതുപോലെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ മാസങ്ങളോളം നമുക്ക് സൂക്ഷിക്കാം. അതുപോലെ തന്നെ ഒരു വർഷം വരെ സൂക്ഷിച്ച് വെക്കാനുള്ള ഒരു ടിപ്പും ഉണ്ട്. അപ്പോൾ ഞാനിവിടെ ഒരു 250 ഗ്രാം പച്ചമുളകാണ് സൂക്ഷിച്ച് വെക്കാൻ പോകുന്നത്. അതാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ആദ്യം നമ്മൾ മുളക് ഇതുപോലുള്ളൊരു പാത്രത്തിൽ വെച്ചിട്ട് അതിൽ പൊട്ടിയ പോലത്തെ മുളകൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ എടുത്ത് മാറ്റുക. അതിലെന്തെങ്കിലും പുല്ലോ അങ്ങനെയുള്ള പൊടികളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒക്കെ ഒന്നെടുത്ത് മാറ്റുക. എന്നിട്ട് നമ്മൾ കഴുകുകയൊന്നും ചെയ്യാണ്ട് തന്നെ ഡയറക്റ്റായിട്ട് ഇതുപോലുള്ളൊരു പ്ലാസ്റ്റിക് കണ്ടെയ്നറിൽ ഇങ്ങനെ ടിഷ്യൂ വെച്ചിട്ട് അതിൻ്റെ മേലെ പച്ചമുളക് സൂക്ഷിച്ച് വെക്കുക ചെയ്യുന്നത്. ഇതുപോലെ സൂക്ഷിച്ച് കഴിഞ്ഞാൽ നമുക്ക് മാസങ്ങളോളം സൂക്ഷിച്ച് വെക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ സൂക്ഷിച്ച് വെക്കുമ്പോൾ നമ്മൾ കഴുകിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വെള്ളത്തിൻ്റെ അംശമൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ചീത്തയായി പോകും. അപ്പോൾ ഇതുപോലെ ടിഷ്യൂ വെച്ചതിന് ശേഷം നമ്മൾ അതിൻ്റെ ഞെട്ടൊക്കെ ഒന്ന് കളഞ്ഞെടുക്കുന്നുണ്ട്. അത് പ്രത്യേകിച്ച് ഒന്ന് കളയാൻ വേണ്ടിയിട്ട് ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ എല്ലാം ഞാനൊന്ന് ഞെട്ട് കളഞ്ഞ് കൊണ്ടുവരാം. അപ്പോൾ ചുവന്ന കളറുള്ള മുളകൊക്കെ ഉണ്ടാവുമല്ലോ ഇതിൽ, അതൊക്കെ ഉണ്ടെങ്കിലൊന്ന് മാറ്റണം കേട്ടോ. അതുപോലെ പച്ച കളറിൽ നല്ല ഫ്രഷ് ആയിട്ടുള്ളത് മാത്രം വേണം സൂക്ഷിച്ച് വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഫ്രഷായി നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് മുളകൊന്ന് നടുവൊന്ന് പൊട്ടിച്ച് കൊടുത്താൽ മതി. പൊട്ടിക്കുമ്പോൾ ആ ഒരു നല്ലൊരു സൗണ്ട് വരും. അപ്പോൾ നട്ട്സൊക്കെ പൊട്ടിക്കാനുള്ളൊരു സൗണ്ട് വരും. അങ്ങനെ ആകുമ്പോൾ നല്ല ഫ്രഷാണെന്ന് മനസ്സിലാക്കാം. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളത്ര വെച്ചതിന് ശേഷം ഇതുപോലുള്ള ടിഷ്യൂ തന്നെ വീണ്ടും അതിൻ്റെ മേലേക്കൊന്ന് മൂടിക്കൊടുക്കുക ചെയ്യുന്നത്. അപ്പോൾ ഇനി ഇതിൽ തന്നെ എന്തെങ്കിലും വെള്ളത്തിൻ്റെ അംശമൊക്കെ ഉണ്ടെങ്കിൽ ആ ടിഷ്യൂ അത് വലിച്ചെടുത്തോളും. അങ്ങനെ കുറേ കാലം നമുക്ക് സൂക്ഷിക്കാനും പറ്റും. അപ്പോൾ ഒരുപാട് അളവിലൊക്കെ ഉണ്ടെങ്കിൽ വലിയൊരു പാത്രം എടുത്തിട്ട് നിങ്ങൾക്ക് ഇതുപോലെ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ ഫ്രീസറിലൊന്നല്ല കേട്ടോ വെക്കുന്നത്, സാധാരണ ഫ്രിഡ്ജിൽ തന്നെയാണ് വെക്കുന്നത്. ഒരു മാസത്തിന് മേലെ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്കിത് സൂക്ഷിക്കാം. അപ്പോൾ ഇനി നമുക്ക് രണ്ടാമത്തെ ടിപ്പ് എന്താണെന്ന് നോക്കാം. അപ്പോൾ നമ്മളൊരു ബൗളിലേക്ക് പച്ചമുളക് ആവശ്യത്തിനുള്ള സൂക്ഷിക്കാനുള്ള അത്രയും നമ്മളൊരു ബൗളിലേക്ക് ഇതുപോലെ ഒന്ന് മാറ്റി കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ പച്ചവെള്ളം ഒഴിച്ചതിന് ശേഷം പിന്നെ നമുക്കതിലേക്ക് കുറച്ച് കല്ലുപ്പിട്ട് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ നമ്മൾ ഫ്രൂട്ട്സ് ആയി കഴിഞ്ഞാലും വെജിറ്റബിൾസ് ആയി കഴിഞ്ഞാലും കുറേ കാലം സൂക്ഷിച്ച് വെക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ചെയ്തെടുത്താൽ മതിയാകും. പിന്നെ നമ്മളിതിലേക്ക് ചേർക്കുന്നത് വിനാഗിരിയാണ്, നമ്മൾ സുർക്ക എന്ന് പറയുന്നത്. അത് ഏകദേശം 1 ടേബിൾ സ്പൂണോളം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഉപ്പും വിനാഗിരിയൊക്കെ ഇട്ടിട്ട് നമ്മൾ പച്ചക്കറികളും ഫ്രൂട്ട്സൊക്കെ ഇതുപോലെ മുക്കി വെച്ച് കഴിഞ്ഞാൽ അതിലുള്ള കീടങ്ങളും അതുപോലെ വിഷാംശങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോയി കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് നമ്മൾ കഴുകിയെടുക്കുകയും ചെയ്യുന്നുണ്ട്. ഏകദേശം ഒരു 10 മിനിറ്റ് മുതൽ അരമണിക്കൂർ വരെ മാറ്റി വെച്ചതിന് ശേഷമാണ് നമ്മളിത് കഴുകിയിട്ട് ഇതുപോലെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നത്. ഡയറക്റ്റായിട്ട് തന്നെ ഇങ്ങനെ പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം, അല്ലെങ്കിൽ ഒരു അരിപ്പയിലേക്ക് അങ്ങ് ഊറാൻ വെച്ചാൽ മതി. പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം പിന്നെ നമ്മൾ ചെയ്യുന്നത് ഒരു കിച്ചൺ ടവൽ വിരിച്ചു കൊടുത്തിട്ട് അതിലേക്ക് മുളക് ഇട്ട് കൊടുക്കുക ചെയ്യുന്നത്. എന്നിട്ട് നിങ്ങൾക്ക് ആ കിച്ചൺ ടവലിനെ കൊണ്ട് തന്നെ ഒന്ന് ആ ഒരു വെള്ളത്തിൻ്റെ ഒരു അംശമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഒപ്പിയെടുക്കാം. അല്ലെങ്കിൽ ഫാനിൻ്റെ താഴെ കുറച്ച് സമയം വെച്ച് കഴിഞ്ഞാൽ അതിൽ ആ ഒരു വെള്ളത്തിൻ്റെ ഒരു അംശമൊക്കെ ഉണ്ടെങ്കിൽ തന്നെ നന്നായിട്ട് പോയി കിട്ടും. അപ്പോൾ വെള്ളത്തിൻ്റെ ഒരു തുള്ളി പോലും പാടില്ല, നന്നായിട്ട് തന്നെ ഇതിൽ നിന്ന് വെള്ളം അങ്ങ് പോകണം. എന്നാൽ മാത്രമേ നമുക്കിത് സൂക്ഷിച്ച് വെക്കാൻ പറ്റുള്ളൂ. അതിൽ വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ അത് മോശമായി പോകാനുള്ള ചാൻസ് കൂടുതലാണ്. ഒരുപാട് നാൾ അങ്ങനെ നിൽക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാനിത് ഫാനിൻ്റെ താഴെയല്ല വെക്കുന്നത്, ഇതുപോലെ ഒന്ന് ഒപ്പിക്കൊടുക്കുക ചെയ്യുന്നത്. നിങ്ങൾക്ക് ഫാനിൻ്റെ താഴെയൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഒപ്പിയെടുക്കാം. അപ്പോൾ നല്ലപോലെ വെള്ളം പോയി എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം ഇതുപോലുള്ള ഒരു പ്ലാസ്റ്റിക് ബോട്ടിലോ അല്ലെങ്കിൽ നമ്മൾ ലഞ്ച് ബോക്സൊക്കെ ഉണ്ടാവില്ലേ ചെറിയ പ്ലാസ്റ്റിക് ബോട്ടിൽ, അതിലോ ഒക്കെ ഇതുപോലെ ഇങ്ങനെ ഇട്ട് സൂക്ഷിച്ച് വെക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ സൂക്ഷിച്ച് വെച്ച് കഴിഞ്ഞാലും നമുക്ക് ഒരുപാട് മാസങ്ങൾ ഇതുപോലെ സൂക്ഷിച്ച് വെക്കാം. പ്രത്യേകിച്ച് പറയാനുള്ളത് വെള്ളത്തിൻ്റെ ഒരു തുള്ളി പോലും ഇതിൽ പാടില്ല. അതുപോലെ തന്നെ മൂടി നല്ല ടൈറ്റായിട്ടുള്ള മൂടിയും കൂടി ആയിരിക്കണം. ഇത് നമ്മൾ സാധാരണ ഫ്രിഡ്ജിൽ തന്നെയാണ് സൂക്ഷിച്ച് വെക്കുന്നത്. പിന്നെ നമ്മൾ മൂന്നാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് നല്ലപോലെ ഞാൻ നേരത്തെ ഉപ്പും വിനാഗിരിയും ഒക്കെ ഇട്ട് കഴുകിയ ആ ഒരു പച്ചമുളക് തന്നെയാണിത്. ഇതുപോലുള്ള ഒരു പാത്രത്തിലേക്ക് ഇട്ടതിന് ശേഷം നമ്മൾ വെയിലത്ത് വെച്ചൊന്ന് ഉണക്കിയെടുക്കുക ചെയ്യുന്നത്. അപ്പോൾ ഞാനിത് അതിൻ്റെ ഒരു വെള്ളപ്പറ്റ് പോകുന്നവരെ മാത്രമേ വെയിലത്ത് വെച്ച് ഉണക്കുന്നുള്ളൂ, ഒരുപാടങ്ങ് ഉണക്കേണ്ട ആവശ്യമില്ല. അതായത് പച്ചമുളക് നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കണം. നമ്മൾ വെയിലത്ത് വെച്ച് ഒരുപാട് സമയം രാവിലെ മുതൽ വൈകുന്നേരം വരെയൊക്കെ വെച്ച് കഴിഞ്ഞാൽ അത് ഉണങ്ങിപ്പോകും. അങ്ങനെ പാടില്ല, ഫ്രഷ് ആയിട്ട് തന്നെ കിട്ടണം. ആ ഒരു വെള്ളപ്പറ്റ് നമ്മൾ മാറ്റിയെടുക്കാൻ വേണ്ടി മാത്രം ഇങ്ങനെ ചെയ്യുന്നത്. നമ്മൾ കിച്ചൺ ടവലിനെ കൊണ്ടും ആ ഒരു ഫാനിൻ്റെ താഴേക്ക് വെച്ചിട്ട് അങ്ങനെ മര്യാദയ്ക്ക് അങ്ങ് പോയിട്ടില്ലെങ്കിൽ മാത്രം ഇതുപോലെ അങ്ങ് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് നമ്മൾ ഇതുപോലുള്ള ഒരു ബോക്സിലിട്ടിട്ട് സൂക്ഷിച്ച് വെക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ അടിയിൽ ടിഷ്യൂ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല, കാരണം ഇതിൽ ഒരൊറ്റ തുള്ളി വെള്ളം പറ്റില്ല. വെയിലത്ത് വെക്കുമ്പോൾ എന്ന് പറയുമ്പം വെള്ളത്തിൻ്റെ അംശം തീരെ ഉണ്ടാവില്ല.
അപ്പോൾ ഒരുപാടങ്ങ് കുത്തി നിറക്കാണ്ട് കുറച്ച് കാലത്തേക്കുള്ളത് മാത്രം ഇതുപോലെ സൂക്ഷിച്ച് വെക്കാം. അതുപോലെ നല്ല ടൈറ്റായിട്ടുള്ള മൂടിയായിരിക്കണം ഇതിന്. എന്നിട്ട് നമുക്ക് സാധാരണ ഫ്രിഡ്ജിൽ തന്നെ സൂക്ഷിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് മാസങ്ങളോളം ഉപയോഗിക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇതുപോലുള്ള ബോക്സിൽ തന്നെ വെക്കണമെന്നില്ല. ഞാൻ നേരത്തെ കാണിച്ച പോലെ ഇതുപോലുള്ള പാത്രം ഉണ്ടെങ്കിൽ അതിൽ സൂക്ഷിച്ച് വെക്കാൻ പറ്റും. അപ്പോൾ പ്ലാസ്റ്റിക് ആയിരിക്കും എനിക്ക് തോന്നുന്നു കൂടുതൽ നല്ലത്. എനിക്ക് അങ്ങനെ ഉപയോഗിച്ചപ്പോഴാണ് കുറച്ചധികം യൂസ് കിട്ടിയത്. കാരണം ഒരുപാട് നാൾ നിൽക്കുന്നുണ്ടായിരുന്നു. ബോട്ടിലിട്ട് വെച്ചപ്പോൾ, ഗ്ലാസിൻ്റെ ബോട്ടിലിട്ട് വെച്ചപ്പോൾ അതിൻ്റെ സൈഡിലൊക്കെ വെള്ളത്തിൻ്റെ ഒരു പറ്റുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് പ്ലാസ്റ്റിക് ബോട്ടിലാണ് എനിക്ക് കൂടുതൽ നല്ലതായിട്ട് തോന്നിയത്. ഇനി അടുത്ത് കാണിക്കുന്ന നമ്മൾ വർഷങ്ങളോളം സൂക്ഷിച്ച് വെക്കാനുള്ള ഐഡിയ ആണ്. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഞാൻ ഞെട്ടൊക്കെ കളഞ്ഞിട്ട് നല്ലപോലെ കഴുകിയിട്ട് എടുത്തുകൊണ്ട് വന്ന മുളകാണ്. അതുപോലെ ഉപ്പും വിനാഗിരിയൊക്കെ ചേർത്തിട്ട് നല്ലപോലെ കഴുകി എടുത്തുകൊണ്ട് വന്നതാണ്. പിന്നെ നമുക്കിതിന് ആവശ്യമായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ നല്ല തിളപ്പിച്ചാറിയ വെള്ളമാണ്. അതായത് ഉപ്പ് ചേർത്തിട്ടാണ് നമ്മൾ തിളപ്പിച്ചത്. നമ്മൾ മാങ്ങ ഉപ്പിലിടുമ്പോൾ ഒക്കെ ചെയ്യൂലേ, അതുപോലെ തന്നെ നല്ലോണം ഉപ്പിട്ടിട്ട് തിളപ്പിച്ചിട്ട് ആറിയ വെള്ളം വേണം ഇതിനെടുക്കാൻ. പിന്നെ അതുപോലെ നമുക്കിതുപോലുള്ള ബോട്ടിലും വേണം. ഇതിന് നമുക്ക് അത്യാവശ്യമായിട്ടുള്ളത് ഗ്ലാസ് ബോട്ടിൽ തന്നെയാണ്. പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിൽ ഒരിക്കലും എടുക്കരുത്. അപ്പോൾ പ്ലാസ്റ്റിക് ബോട്ടിൽ നമ്മൾ നല്ലപോലെ കഴുകിയിട്ട് വെയിലത്ത് വെച്ച് ഉണക്കിയിട്ട്, അല്ലെങ്കിൽ വെയിലൊന്നും ഇല്ലെങ്കിൽ ഇപ്പോൾ മഴയല്ലേ, അതുകൊണ്ട് വെയിലൊന്നും ഇല്ലെങ്കിൽ നല്ലപോലെ എന്താ പറയുക അടുപ്പിൻ്റെ ആ ഒരു സൈഡിൽ വെച്ച് ചൂട് കയറ്റി അങ്ങനെ അതിൻ്റെ ആ ഒരു വെള്ളപ്പറ്റൊക്കെ ഒന്ന് മാറ്റിയതിന് ശേഷം മാത്രം വേണം നിങ്ങൾ എടുക്കാൻ. അല്ലെങ്കിൽ നല്ലപോലെ ഒന്ന് കഴുകിയിട്ട് തുടച്ച് ഉണക്കിയെടുക്കണം. ഇനിയിപ്പോൾ ഇതിലേക്ക് നമ്മൾ വൃത്തിയാക്കി കൊണ്ടുവന്ന മുളക് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ചെയ്യുന്നത്. ഇതിൽ വെള്ളപ്പറ്റ് ഉണ്ടായിക്കഴിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. ഇനിയിപ്പോൾ നമ്മളിത് ഇട്ടതിന് ശേഷം ഇതിലേക്ക് നമുക്ക് നേരത്തെ തിളപ്പിച്ചാറിയ ആ ഒരു ഉപ്പ് വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഏകദേശം 1/4 ഭാഗത്തോളം ഞാനിതിലേക്ക് ചേർക്കുന്നുണ്ട്. പിന്നെ നമ്മളിതിലേക്ക് ചേർക്കുന്നത് വിനാഗിരി തന്നെയാണ്. അപ്പോൾ 1/4 ഭാഗത്തോളം നമ്മൾ വെള്ളവും അതുപോലെ തന്നെ ബാക്കി 1/4 ഭാഗം നമ്മൾ വിനാഗിരിയുമാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ 1/4 ഭാഗം വെള്ളവും 1/4 ഭാഗം വിനാഗിരിയും ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ 1 വർഷം വരെ നമുക്കിത് സൂക്ഷിച്ച് വെക്കാൻ പറ്റും. അതുപോലെ 1 വർഷത്തിന് മേലെ നിങ്ങൾക്കൊരു 3-4 വർഷമൊക്കെ അതാരും സൂക്ഷിച്ച് വെക്കില്ല, എന്നാലും ഞാൻ പറയുന്നതാണ്. അതിന് മേലെ 1 വർഷത്തിന് മേലെ സൂക്ഷിച്ച് വെക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് നേരെ പകുതി അളവിൽ വിനാഗിരിയും അതുപോലെ പകുതി അളവിൽ വെള്ളം എടുത്താൽ മാത്രം മതിയാകും. അപ്പോൾ അങ്ങനെ ചെയ്യുന്നത് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും, ഒരുപാട് കാലമൊക്കെ സൂക്ഷിച്ച് വെക്കുന്നതാണെങ്കിൽ. അപ്പോൾ നിങ്ങൾ ഉപ്പും വിനാഗിരിയൊക്കെ ഇട്ട് സൂക്ഷിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മാങ്ങ ഉപ്പിലിട്ട് വെച്ച പോലെ പച്ചമുളക് ഉപ്പിലിട്ട് വെച്ചതുമായി നമുക്ക് കറീൻ്റെ ആവശ്യത്തിനും എടുക്കാം. അതുപോലെ തന്നെ നമുക്ക് ചോറിനും കഞ്ഞിക്കും ഒക്കെ കൂട്ടാനുള്ള ഉപ്പിലിട്ട മുളക് ഉണ്ടാവുമല്ലോ, അതും നല്ല വെറുതെ മുളക് ഇങ്ങനെ കടിച്ച് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇതും വളരെ യൂസ്ഫുള്ളാണ്. അപ്പോൾ ഇതുവരെ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. ഇനി അടുത്ത വീഡിയോയിൽ വേറൊരു റെസിപ്പിയുമായിട്ട് നമുക്ക് കാണാം. താങ്ക്